DGCAയുമായി ബന്ധപ്പെട്ടാണ്. അതായത് വിമാനയാത്രക്കാർക്ക് ഇനി വൈഫൈ ഉപയോഗിക്കാം. അതാണ് വാർത്ത. അതായത് എല്ലാ വിമാന കമ്പനികളും ഇനി മുതൽ വൈഫൈ സേവനം നൽകണം എന്നാണ് DGCAയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. 10,000 അടി ഉയരത്തിന് മുകളിലാണ് വൈഫൈ ഉപയോഗം അനുവദിക്കുക എന്നതും വാർത്തയായി വരുന്നു. പലതവണയും കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് വിമാനമാർഗം വരുമ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ 3 മണിക്കൂറൊക്കെ ഇരുന്ന് ബോറടിച്ചൊരു പരുവമാകും, വൈഫൈ കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് ധാരാളം തവണ ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്ത, ആ ഒരു കാര്യം ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽ നേരത്തെ പെട്ടിട്ടുണ്ടാകണം. ഇപ്പോൾ DGCA ഉത്തരവിറക്കുന്നു. വിമാനയാത്രികർക്ക് ആ സൗകര്യം ഇനി മുതൽ ഉപയോഗിക്കാം. ആ വാർത്തയിലേക്ക്. വിമാനയാത്രക്കാർക്ക് ആശ്വാസമാകുന്ന നടപടിയാണ് DGCAയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ ഫ്ലൈറ്റ് മോഡിൽ ഉപയോഗിക്കണം. 10,000 അടി ഉയരത്തിന് മുകളിലാണ് വൈഫൈ ഉപയോഗം അനുവദിക്കുക എന്ന് ഉത്തരവിൽ DGCA വ്യക്തമാക്കുന്നു. ഇനി മുതൽ എല്ലാ വിമാന കമ്പനികളും വൈഫൈ സേവനം നൽകണമെന്ന് DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഭ്യന്തര യാത്രക്കാർക്ക് വിമാനയാത്രയ്ക്കിടെ ഇന്റർനെറ്റ് ഉപയോഗം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ വൈഫൈ സേവനം നിർത്താൻ പൈലറ്റിന് അധികാരമുണ്ട് എന്ന് DGCA വ്യക്തമാക്കി. രാജ്യത്തെ വ്യോമയാന സേവനങ്ങൾ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടിയുടെ ഭാഗമായാണ് പുതിയ നിർദ്ദേശം. നിലവിൽ എയർ ഇന്ത്യയുടെ 28 വിമാനങ്ങളിൽ മാത്രമാണ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് എല്ലാ വിമാന കമ്പനികൾക്കും സേവനം നിർബന്ധമാക്കാൻ DGCA തീരുമാനിച്ചത്. ജനം, ഡൽഹി.